ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. എടത്തിരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനായുള്ള കൂത്തുമാക്കൽ ചിറക്കൽ ചെറുപുഴ തോട് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഉദ്ഘാടനം ഈ മാസം 8-ന് നടക്കും. എടത്തിരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന ചിറക്കൽ ചെറുപുഴ തോട് വഴി ശുദ്ധജലം പ്രവഹിപ്പിച്ച് ഇരു പഞ്ചായത്തുകളിലെയും കുടിനീർ ക്ഷാമവും കൃഷി ജലസേചന പ്രശ്നങ്ങളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണിത്. മുൻ മന്ത്രി VS സുനിൽകുമാർ കയ്പമംഗലം MLA ആയിരിക്കുമ്പോൾ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 4.8 കോടി രൂപ ഉപയോഗിച്ചാണ് ചിറക്കൽ ചെറുപുഴ പദ്ധതി ആരംഭിച്ചത്. കൂത്തുമാക്കൽ ഷട്ടറിനടിയിലൂടെ KLDC കനാലിൽ നിന്ന് ടണൽ വഴി ശുദ്ധജലം എത്തിച്ച് ചിറക്കൽ ചെറുപുഴ തോട്ടിലൂടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. 2016 നവംബറിൽ നിർമ്മാണോദ്ഘാടനം നടത്തി പണി ആരംഭിച്ചെങ്കിലും 5 സ്ലൂയിസുകൾ മാത്രം നിർമ്മിച്ച് കരാറുകാരൻ പണി നിർത്തിവെക്കുകയായിരുന്നു. കരാറുകാരനും ഉദ്യോഗസ്ഥരുമായുള്ള തർക്കമാണ് പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ കാരണം. കരാറുകാരൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതോടെ പദ്ധതി വീണ്ടും നീളാൻ കാരണമായി. 1.20 കോടി രൂപ ET ടൈസൺ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച് പദ്ധതി റിവൈസ് ചെയ്ത് റീടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയാണ് പിന്നീട് പണി ആരംഭിച്ചത്. 2016 തുടങ്ങിവെച്ച പദ്ധതി 2026 പൂർത്തീകരിക്കാനായത്. മാർച്ച് 8-ന് പദ്ധതി പ്രദേശത്ത് വെച്ച് ഉദ്ഘാടനം നടത്തും. അനുബന്ധമായി കലാപരിപാടികളും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന സംഘാടക സമിതി യോഗം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചൊരു പ്രോജക്റ്റ് ഉണ്ട് അല്ലേ, പൈനൂർ ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന പ്രോജക്റ്റ്. ബാബു അതിൽ നല്ലവണ്ണം ആത്മാർത്ഥമായി ഇടപെട്ട പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ അന്ന് ആ ലിഫ്റ്റ് ഇറിഗേഷൻ്റെ ഒക്കെ ഉള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് പരിശോധിക്കുമ്പോൾ കൃഷ്ണൻ കടിയാമ്പറമ്പിൽ തുടങ്ങിയിട്ടുള്ള മന്ത്രിമാർ അന്ന് എത്രയോ കൊല്ലം അറിയും കംപ്ലീറ്റ് ആവണം എൻ്റെ കാലത്താണ്. ഭാഗ്യം കൊണ്ട് എനിക്ക് തോന്നുന്നു അതിന് ഇതുപോലെ തന്നെ പ്രശ്നമാണ്. 100,000 വിഷയം 10-20-25 കൊല്ലം എടുത്തുന്നത് അവസാനിക്കാൻ ഈ ലിഫ്റ്റ് ഇറിഗേഷൻ. പക്ഷെ ഇപ്പോൾ അതെന്തായി, നല്ല പദ്ധതിയായി. ഇപ്പോൾ പ്രാവശ്യം ഞങ്ങൾ 2-3 കൃഷി സ്ഥലങ്ങളിൽ പോയി അതിൻ്റെ വിളവെടുപ്പ് ഉത്സവത്തിനൊക്കെ പോയി 10-28 ഏക്കർ സ്ഥലം കൃഷി നല്ല മനോഹരമായ രീതിയിൽ അവർ കൃഷി ചെയ്തിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ ചെന്ന സ്ഥലത്താണെങ്കിൽ പല ആൾക്കാരും ഇനി സ്ഥലം കൊടുത്താൽ ഞങ്ങളത് കൃഷി ഇറക്കാൻ പറ്റുമെന്ന് കർഷകരോട് പറയുകയാണ്. ഈ പ്രാവശ്യം എനിക്കൊന്ന് പുതിയത് വരുമ്പോൾ 50-60 ഏക്കറെങ്കിലും ചുരുക്കിയത് കർഷകർക്കും കൃഷി ഇറക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ. അതിൽ കൂടുതലേ ആവാൻ വഴിയുള്ളൂ. ഇപ്പം ചിറക്കൽ ചെറുപുഴയും കൂടെ വന്നാൽ, 2 സംയുക്തമായി വന്നാൽ നമ്മുടെ വെള്ളത്തിൻ്റെ ക്ഷാമം സംബന്ധിച്ച് ആളുകൾക്കുണ്ടാകുന്ന കർഷകർക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട വിഷയം സംബന്ധിച്ച് പരിഹരിക്കാൻ പറ്റും. നമുക്ക് ഇനി അതിന് നല്ല മുന്നൊരുക്കം വേഗത്തിൽ നടത്തണം. ഇതിനെ സംബന്ധിച്ച് നേരത്തെ ഒരു ചെറിയ ആലോചന യോഗമൊക്കെ നടത്തിയിട്ടുണ്ട്, എങ്ങനെ വേണം. അപ്പോൾ നമുക്ക് അതിനൊരു കരട് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കുള്ള മാറ്റങ്ങൾ വെച്ച് ഫൈനലൈസ് ചെയ്യാം. നമ്മളെല്ലാവരും കൂടി ഇത് ഫൈനലൈസ് ചെയ്യാം. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. PM അഹമ്മദ്, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, AV സതീഷ്, TK ചന്ദ്രബാബു, ഷീന വിശ്വൻ, KC ശിവരാമൻ, CB അബ്ദുൽ സമദ്, PK ഷാജു, ഉമറുൽ ഫാറൂഖ്, TK പ്രകാശൻ, PD സജീവൻ, RK ബദറുദ്ദീൻ, രാജേന്ദ്രൻ കോതലത്ത്, ശ്രീദേവി ദിനേശ്, KR ഹരി, നൌമി പ്രസാദ്, ഐഷാബി മുഹമ്മദ്, അജിതകുമാരി എന്നിവർ സംസാരിച്ചു. ബൈന പ്രദീപ് ചെയർമാനും അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് കൺവീനറും TK ചന്ദ്രബാബു ട്രഷററായും സംഘാടക സമിതി രൂപീകരിച്ചു. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം.